ഒരു പ്രദേശത്ത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പൊതുപ്രവർത്തകനെ നരേന്ദ്രമോദിയുടെ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ പറയണം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി എന്ത് സന്ദേശമാണത് കൊടുക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ. എന്തിൻ്റെ പേരിലാണ് ഈ എൻ്റെ എപ്പിസോഡ് ഉണ്ടായി വരുന്നത്? ഒരു പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു സ്കീം, അതാണ് പുനർജനി. ആ നടപ്പിലാക്കിയ ആൾ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ മെഷീനറി ഉപയോഗിച്ച് നടപ്പിലാക്കിയ പരിപാടിയല്ല, ഒന്നുമല്ല. അവിടെയുള്ളൊരു NGOയുടെ സഹായത്തോടു കൂടി ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് സ്വദേശത്തും വിദേശത്തും പണം പിരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൽ ഒരു വളരെ ലോലമായ ഒരു ചട്ടലംഘനം, അത് അല്ലാതെ സാമ്പത്തികമായ എന്തെങ്കിലും അഴിമതി നടത്തിയെന്ന് വിജിലൻസും പറയുന്നില്ല. ഒരു ചട്ടലംഘനത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കേന്ദ്ര ഏജൻസിക്ക് എറിഞ്ഞു കൊടുക്കുന്നു, അല്ലെ കേന്ദ്ര ഏജൻസിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരിക്കും. UDF ആ നിലക്കാണ് അതിനെ കാണുന്നത്. രണ്ടാമത്തെ തന്നെ നിഷാദ് ചോദിച്ച കാര്യം, UDFനകത്ത് ആരാണ് CM കാൻഡിഡേറ്റ്, ആരാണ് നമ്മളെ ഇതിനെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യതയില്ല. നമുക്കറിയാം, പല പേരുകൾ പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. LDF ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് CPM ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു ലീഡറെ അങ്ങ് പ്രതിഷ്ഠിച്ചു കൊടുക്കുക, കൃത്യത വരുത്തി കൊടുക്കുകയാണ്. എന്താണ്ട് ഇവനാണ്. അത് എന്തൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം സതീശനെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിർത്താൻ പറ്റും. ഇദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്, ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അങ്ങേരെ വളഞ്ഞിട്ട് വേട്ടയാടുകയാണ് എന്നൊരു സന്ദേശം UDF അണികളിലേക്ക് വളരെ എളുപ്പം അവർക്ക് കൈമാറാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞവർ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള യുക്തിവിചാരം നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഭരണവിരുദ്ധ വികാരം. ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയും ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് എന്താണ്? പ്രതിപക്ഷത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. പ്രതിപക്ഷം, അവരുടെ നയങ്ങൾ, രാഹുൽ ഗാന്ധി, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. കേരളത്തിലും അത് പരീക്ഷിക്കപ്പെടും. ഇപ്പോൾ 2010 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്നൊരു, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനെ തുടർന്ന് അതെ ഫലം വന്നപ്പോൾ നമ്മൾ ഉദ്ധരിക്കുക 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 2014 അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മേൽക്കൈ നേടുന്നു. പക്ഷേ തൊട്ടുടനെ 2011 തുടക്കത്തിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചെങ്കിലും എതിരാണ് 3 സീറ്റ്, 72-68. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും തമ്മിൽ യു കാൻ ഡ്രോ പാരലൽസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതൊരു പ്രതിപക്ഷത്തിനെതിരായുള്ളൊരു ഓഡിറ്റായിരുന്നത്. ഇദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും, വിമർശനം മാത്രമല്ല, ബാലകൃഷ്ണപിള്ള ജയിലിലാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. ബാലകൃഷ്ണപിള്ള ജയിലിലായ ആ സംഭവത്തെ ഐസ്ക്രീം കേസിൻ്റെ സെക്കൻഡ് കമ്മിങ്, അതൊക്കെ വെച്ചിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഓഡിറ്റിംഗ് ആണ് അന്ന് നടന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്തുന്ന സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പ് ആ പ്രചാരണത്തെ, ഈ മൊത്തം തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ മാറ്റാൻ പറ്റുക എന്നുള്ളത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. മുഖ്യമന്ത്രി എന്തു ചെയ്തു, സർക്കാരിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു, LDF ഭരണം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. പ്രതിപക്ഷം എന്തു ചെയ്യുന്നു, പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ നേതാക്കന്മാരെങ്ങനെ, ആമാരുടെ പരിപാടി എന്താണ്. ഇത് മൊത്തത്തിലുള്ള ഒരു ഇലക്ഷൻ നെറേറ്റീവ് ഒരു മേജർ പോർഷനായി മാറുക എന്ന് പറയുന്നത് അത് നല്ലൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. അതിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് വളരെ നല്ലതാണ്, വർക്ക് ചെയ്യുന്നതാണ്. അത് പല ഇലക്ഷനിലും വർക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ പുനർജനി എന്ന് പറയുന്ന പദ്ധതി, അതും കോടതിയിൽ കയറി ഇറങ്ങി വിജിലൻസ് ഈ നിലക്ക് റിപ്പോർട്ട് കൊടുത്തും, അതും ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലാത്തൊരു മനുഷ്യൻ ഏതെങ്കിലും നിലക്കുള്ള ഭരണത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന ആരോപണം ഇല്ലാത്തൊരു കാര്യം, അത് ഈ സമയത്ത് നമുക്ക് CBI അങ്ങോട്ട് കൊണ്ടുവരാം ഇവനെ പൂട്ടിക്കാൻ എന്ന് പറഞ്ഞ് ഇത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നാൽ അതിൽ നഷ്ടമേ ഉണ്ടാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.